എല്ലാ വൈരാഗ്യവും മറന്ന് ദുർഗയെ അമ്മയെ കണ്ട് സ്നേഹിച്ചു തുടങ്ങിയതും. എന്നിട്ടിപ്പോ എന്ത് പറ്റി? അതെ, തുളസി ദുർഗ അമ്മയെ അമ്മയായിട്ട് കണ്ട് സ്നേഹിച്ചു വരുമായിരുന്നു. പക്ഷെ ആ സ്നേഹമല്ല ഇന്നുകൊണ്ട് അവസാനിച്ചു. എടാ, അതിന്റെ കാരണമാണ് ഞാൻ ഈ ചോദിച്ചത്. തുളസിയും ദുർഗയും തമ്മിൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടായോ? ഉണ്ടായി. ദുർഗ അമ്മ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി വീണ്ടും ശ്രമം നടത്തി. ഞാൻ പറഞ്ഞില്ലേ, ദുർഗ നിന്നെ ഇവിടുന്ന് മനഃപൂർവ്വം മാറ്റിയതാ. അവളുടെ ഉള്ളിൽ നിങ്ങളുടെ കുഞ്ഞിനോടുള്ള വെറുപ്പ് ഒരിക്കലും മാറില്ല. അതാണ് ദുർഗ. അവൾക്ക് ആരോടെങ്കിലും എന്തിനോടെങ്കിലും വെറുപ്പ് തോന്നി തുടങ്ങിയ ആ വെറുപ്പ് അവളുടെ മരണം വരെ തുടരും. പറയേ, എന്നിട്ട് എന്താ ദുർഗ ചെയ്തേ? നാട്ടുവൈദ്യന്റെ പേരും പറഞ്ഞ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അച്ഛാ, ഞാനിവിടെ വന്നപ്പോഴേ ദുർഗാമ്മ തുളസിക്ക് പൈനാപ്പിളും പപ്പായൊക്കെ കൊടുക്കായിരുന്നു. കുഞ്ഞിനെ നശിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദുർഗാമ്മ അതൊക്കെ ചെയ്തെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. പക്ഷേ പാവം തുളസിക്ക് അത് മനസ്സിലായില്ല. അവള് ആ പൈനാപ്പിളും പപ്പായൊക്കെ മുഴുവനും കഴിച്ചു. എന്നിട്ട് പ്രഗ്നൻസിയുടെ ഈ സ്റ്റേജില് പൈനാപ്പിളും പപ്പായൊക്കെ കഴിച്ച കുഞ്ഞിനെ അത് ബാധിക്കുമെന്നൊക്കെ കരുതുന്നത് തെറ്റിദ്ധാരണയല്ലേ സാർ? അതെ, പൈനാപ്പിളിലും പപ്പായയിലും ധാരാളം ഫൈബറും ഫോളിക് ആസിഡും ഉള്ളതല്ലേ. അത് കഴിച്ചോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കും അതറിയാം. അതുകൊണ്ട് തന്നെ തുളസി കേൾക്കാതെ ഞാൻ ഈ കാര്യം ദുർഗാമ്മയോട് പറഞ്ഞു. ദുർഗാമ്മ ദ്രോഹം പ്രവർത്തിച്ചാണെങ്കിലും അത് തുളസിക്ക് പ്രയോജനമായെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അച്ഛാ, പക്ഷെ ഒരു അബദ്ധം പറ്റി. തുളസി അത് കേൾക്കില്ലെന്ന് ഞാൻ കരുതിയെങ്കിലും അവളെല്ലാം കേട്ടു. ദുർഗാമ്മ കുഞ്ഞിനെ നശിപ്പിക്കാനാണ് സ്നേഹത്തോടെ പൈനാപ്പിളും പപ്പായും കൊടുത്തതെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ എന്ത് സംഭവിച്ചാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ദുർഗാമ്മ വീണ്ടും പഴയതുപോലെ തുളസിയുടെ ശത്രുവായി. ഇനി മുതല് ദുർഗാമ്മ അമ്മയുടെ സ്ഥാനത്ത് കാണില്ലെന്ന് അവൾ തുറന്നു പറഞ്ഞു. ചേച്ചി, ഈ അന്യ പെണ്ണുങ്ങളോടുള്ള താല്പര്യം ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഭാര്യയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഭർത്താക്കന്മാർ എന്ത് ചെയ്യും? അവര് അതുപോലെ സ്നേഹം കിട്ടുന്ന മറ്റൊരിടത്തേക്ക് പോവും. ചേച്ചിക്ക് പകരം മറ്റൊരു പെണ്ണിപ്പ സ്നേഹം വെച്ച് നീട്ടിയാലേ പ്രസാദ് സാറ് ചേച്ചിയെ മറക്കും. ചേച്ചിയെ മറന്ന് അവളുടെ സ്നേഹം കണ്ണു അടച്ചങ്ങ് സ്വീകരിക്കും. നഷ്ടം ചേച്ചിക്ക് തന്നെ ആയിരിക്കും. പ്രസാദ് സാറിന് ഇന്നേക്കുമായി ചേച്ചിക്ക് നഷ്ടപ്പെടും. എന്റെ ദുർഗേച്ചി കൂടുതലൊന്നും ആലോചിക്കാനില്ല. ചേച്ചി പഴയതുപോലെ സാറിനോട് അടുക്കണം, സാറിനെ സ്നേഹിക്കണം. ചേച്ചിക്ക് സാറിനെ ഇനിയും സ്നേഹിച്ചൂടെ? സ്നേഹിക്കാം. സ്നേഹിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ, ഞാൻ അങ്ങോട്ട് പോയി അയാളെ സ്നേഹിക്കില്ല. അയാൾ ഇങ്ങോട്ട് വന്ന് എന്നെ സ്നേഹിക്കണം. എങ്കിൽ അതേ സ്നേഹം ഞാനും തിരിച്ചു കൊടുക്കാം. ചേച്ചി, ഇതാണ് എന്റെ തീരുമാനം. ഏയ്, അവിടെ ദുർഗ എടുക്കല്ലേ. അവള് കിടക്കുന്നിടത്ത് ഞാൻ കിടക്കില്ല. അത് ശരിയാവില്ല എന്ന് എനിക്കറിയാലോ. അവളും ഞാനും തമ്മിൽ മാനസികമായിട്ട് അകന്നു കഴിഞ്ഞു. അതൊരു ചെറിയ അകലവും അല്ല. ഇനി ഒരിക്കലും അടുക്കാനാവാത്ത വിധം ഞങ്ങൾ അകന്നു കഴിഞ്ഞു. അതൊക്കെ അച്ഛന്റെ വെറും തോന്നലാണ്. അങ്ങനെ അകന്നിരിക്കാൻ അച്ഛനും സാധിക്കില്ല, അമ്മയ്ക്കും സാധിക്കില്ല. അച്ഛൻ ഇതൊക്കെ വെറും സൗന്ദര്യപ്പിണക്കമല്ലേ? സൗന്ദര്യപ്പിണക്കോ? എടാ, എല്ലാം അറിയുന്ന നീ തന്നെ ഇത് പറയണം. എടാ, ദുർഗയും ഞാനും തമ്മിൽ ഇപ്പൊ കടുത്ത ശത്രുതയിലാ. അതിനെയാണോ നീ ഇത്ര നിസ്സാരമായിട്ട് കാണുന്നത്? എന്ത് ശത്രുത? ശത്രുതയാണത്രേ ശത്രുത. അച്ഛ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിനക്കിപ്പോ ഈ രാത്രിയിൽ ഇപ്പൊ എന്താ വേണ്ടത്? അച്ഛൻ ഇപ്പൊ ബെഡ്റൂമില് അമ്മയുടെ അടുത്ത് പോയി കിടക്കണം. അത് നടക്കില്ല. അതെന്താ നടക്കാതെ? എന്താ? എടാ, അതിനുള്ള മറുപടിയല്ല ഞാൻ നിന്നോട് ഇത്രയും നേരം പറഞ്ഞത്. അല്ല, ഇന്നലെയും ഞാൻ ഇവിടെ തന്നെയാണല്ലോ കിടന്നത്. അപ്പൊ നിനക്ക് ഈ ചിന്തയൊന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് ഇപ്പോ ഞാൻ അവിടെ ചെന്ന് കിടക്കണമെന്ന് പറയാൻ മാത്രം നിനക്ക് എന്ത് വെളിപാടാ ഉണ്ടായത്? അച്ഛാ, അച്ഛൻ കരുതുന്ന പോലെ ഒരു ശത്രുതയും അമ്മയ്ക്ക് അച്ഛനോടില്ല. അതൊക്കെ അച്ഛന്റെ വെറും തോന്നല് മാത്രമാണ്. എന്നോട് ശത്രുതയില്ലാന്ന്
അവള് നിന്നോട് പറഞ്ഞു? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛനമ്മയുടെ ശത്രുത ഉണ്ടോ? അല്ല, അത് പിന്നെ പറയച്ച, അച്ഛന്റെ ശത്രുവാണോ അമ്മ? എടാ, ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നീ ഉത്തരം പറ. എന്നോട് ശത്രുത ഇല്ലാന്ന് ദുർഗ പറഞ്ഞോ? അച്ഛന്റെ ശത്രുവാണോ അമ്മ? അച്ഛൻ ആദ്യേ ആ ചോദ്യത്തിന് ഉത്തരം പറ. അച്ഛൻ അമ്മയോട് പിണക്കമുണ്ട്, അല്ലാതെ അതിൽ കൂടുതൽ വിരോധമൊന്നും അച്ഛൻ അമ്മയോട് ഇല്ല. അതല്ലേ സത്യം? അത് എന്താ ഒരു പരിങ്ങല്? സത്യം പറയാൻ അച്ഛനെന്തിനാ മടിക്കുന്നേ? ഇല്ല, അത് ശരിയാവില്ല. ദുർഗയോട് ഇനി ഒത്തുപോകാൻ പറ്റില്ല. ഉറച്ച തീരുമാനമാണോ? നീയെ ചെന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്, നേരെ ഒത്തിരി ആയി. കിടക്കാൻ വൈകിയാൽ എഴുന്നേക്കാനും വൈകും. ചെല്ല്. ഞാൻ കിടന്നോളാം. അച്ഛൻ പോയി അവിടെ പോയി കിടന്നേ. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്തിനാച്ച ഈ പിടിവാശി? ജീവിതത്തിലെ സുന്ദരമായ മുഹൂർത്തങ്ങളാ അച്ഛനും അമ്മയും കൂടി ഒരു പിണക്കം കൊണ്ട് പാഴാക്കി കളയുന്നത്. തന്നാണല്ലോ ഉപദേശിക്കുന്നു. കിടന്നുറങ്ങാൻ നോക്കണം. ചെല്ല്. ഞാൻ ഉറങ്ങണമെങ്കിലേ അച്ഛൻ അമ്മയുടെ കൂടെ മുറി കിടന്നുറങ്ങണം. അതീ നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇല്ല, എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കം ദാ ഇന്ന് തീരണം. കൈവിടും. അങ്ങോട്ട് ചെല്ല, അങ്ങോട്ട് പോ. അമ്മേ, അച്ഛൻ വന്നിട്ടുണ്ട്. രണ്ടുപേരും പിണക്കവും വിദ്വേഷവും ഒക്കെ മാറ്റി മനസ്സ് തുറന്ന് സംസാരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിപ്പിച്ചതിന് പരസ്പരം സോറി പറയണം. നിങ്ങളുടെ പിണക്കം ഇപ്പോ ഇവിടെ അവസാനിക്കണം. അങ്ങോട്ട് ചെല്ല, ചെല്ല് ചെല്ല്. അങ്ങോട്ട് ചെല്ല് സർ. ഓ, അച്ഛാ, അവര് രണ്ടാളും ഇപ്പൊ ഒരു മുറിയിലാ കിടക്കുന്നത്. ചേച്ചിയുടെ സാറിന്റെയും പിണക്കം തുടങ്ങിയിട്ട് എത്ര ദിവസമായി. അത് തീർന്നല്ലോ, സമാധാനമായി. അല്ല, ഇത് കേട്ടിട്ട് അപ്പച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനെന്ത് മിണ്ടാൻ? പ്രസാദ് സാറിന്റെയും ചേച്ചിയുടെയും പിണക്കം മാറിയത് നല്ല കാര്യല്ലേ അപ്പച്ചി? വളരെ നല്ല കാര്യമാണ്. ഞാനാ അതിന് മുൻകൈ എടുത്തത്. ചേച്ചി സാറും തമ്മിൽ പിണങ്ങിയിരുന്നാലേ സാർ ആ രാജീവ് മേനോന്റെ ഭാര്യയുടെ പിന്നാലെ തന്നെ പോവെന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയെ ഒന്നും ഉപദേശിച്ചു. അതിനെന്തായാലും ഫലം ഉണ്ടായി. ചേച്ചി സാറിനോട് മിണ്ടാന്ന് സമ്മതിച്ചു. പക്ഷേ ചേച്ചിക്ക് അങ്ങോട്ട് സാറിനോട് ചെന്ന് മിണ്ടാൻ ഒരു മടി. അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി. വിവരം ഞാൻ ആദിയോട് പോയി പറഞ്ഞു. പിന്നെ ഞാനും ആദിയും സാറിനെ നിർബന്ധിച്ച് ചേച്ചിയുടെ അടുത്തെത്തിച്ചു. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പ്രശ്നം തീർന്നു. എന്തായാലും നന്നായി, വളരെ നന്നായി.
വേണ്ട, ഞാൻ എടുത്തു തരാം. ഒരു ലേഖ. ഇതെന്താ അറ്റൻഡ് ചെയ്യാത്തത്? ഇതൊരു പരാതിക്കാരിയാ. ഒരു കേസുമായിട്ട് എന്റെ മുമ്പിൽ വന്നത്. എപ്പോഴും ഏത് നേരത്തും വിളിച്ച് എന്നെ ശല്യം ചെയ്യും. ഏതായാലും ഇന്നിനിപ്പോ അറ്റൻഡ് ചെയ്യുന്നില്ല. നാളെ നോക്കാം. എടോ താൻ കിടക്ക്. ഞാനും ആതിരയും പിന്നീട് കഴിച്ചോളാം. അല്ല, നീയും പ്രസാദം തമ്മിലുള്ള പിണക്കം തീർന്നെന്ന് ഇന്നലെ രാത്രി സുലു പറഞ്ഞായിരുന്നു. ആ, അത് മാറി. ആദ്യം സുലുവും കൂടെ ഇടപെട്ട് ഞങ്ങളുടെ പിണക്കം അങ്ങ് മാറ്റി. അവര് മുൻകൈ എടുത്ത് അത് ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിൽ വിഷമം കൊണ്ട് നടക്കേണ്ടി വന്നേനെ. പുറമേ എനിക്ക് പ്രസാദേട്ടനോട് പിണക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ എനിക്ക് അങ്ങനെ ഒരു വിരോധമൊന്നും ഇല്ലായിരുന്നു അപ്പച്ചി. അതുപോലെ തന്നെയായിരുന്നു പ്രസാദേട്ടന്റെ കാര്യവും. അതുകൊണ്ട് തന്നെ പിണങ്ങി കഴിയുമ്പോ എനിക്ക് വലിയ സങ്കടം തോന്നും. ഞാനത് ആരെയും അറിയിക്കാതെ കടിച്ചു പിടിച്ചങ്ങ് നടക്കും. ഏതായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങി. അല്ല ദുർഗെ, നിനക്ക് വല്ല ഓർമ്മക്കുറവും ഉണ്ടോ? അതെന്താ അപ്പച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, പ്രസാദ് നിന്നോട് ചെയ്ത പ്രവൃത്തികളെല്ലാം നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നിനക്കെങ്ങനെ നിസാരമായി അവനോട് ക്ഷമിക്കാൻ പറ്റി? സ്വന്തം ഭാര്യയാണെന്നുള്ള സ്ഥാനം പോലും മറന്ന് അവൻ വലിയ പോലീസ് കളിച്ച് നിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചതല്ലേ? എത്ര ദുഷ്ടത നിറഞ്ഞ മനസ്സായതുകൊണ്ടാ അവൻ അങ്ങനെ ചെയ്തത്. അന്ന് നീ എത്രമാത്രം വിഷമിച്ചു. അതെങ്ങനെ നിനക്ക് മറക്കാൻ പറ്റി? അത് പിന്നെ എന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പച്ചി. ശരി, നിന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മറച്ചുവെച്ച് നിന്റെ മുന്നിൽ നല്ല ഭർത്താവായി ചമയാൻ സാമർഥ്യമുള്ളവനാ പ്രസാദ്. നീ അവനെ കണ്ണു അടച്ച് വിശ്വസിക്കരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാരാണ് ഈ ലേഖ? ഇനി വല്ല പരാതിക്കാരിയോ ആണോ? ഇതെന്താ അറ്റൻഡ് ചെയ്യാത്തത്? ഇതൊരു പരാതിക്കാരിയാ. ഒരു കേസുമായിട്ട് എന്റെ മുമ്പിൽ വന്നത്. എപ്പോഴും ഏത് നേരത്തും വിളിച്ച് എന്നെ ശല്യം ചെയ്യും. ഏയ്, പരാതിക്കാരിയാവാൻ യാതൊരു സാധ്യതയില്ല. ഏതെങ്കിലും ഒരു പരാതിക്കാരി പ്രസാദേട്ടനെ പോലെ ഉയർന്ന ഒരു പോലീസ് ഓഫീസറെ നീ എന്ന് സംബോധന ചെയ്യൂ? ഇല്ല. കാണാൻ അനുവാദം ചോദിക്കുകയല്ലാതെ അങ്ങോട്ട് ചെന്ന് കാണണമെന്ന് പറയില്ല. മംഗളാപ്പച്ചിയും രാജീവ് മേനോനും പറഞ്ഞത് സത്യമായിരിക്കോ? എനിക്ക് തന്നെ കാണണം, അത്യാവശ്യം. അമ്മയ്ക്കിതെന്തുറ്റി? അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കൊക്കെ മാറിയതല്ലേ? എന്നിട്ടെന്താ മുഖത്തൊരു തെളിച്ചില്ലാതെ? ഏയ്, ഒന്നുമില്ല. നീ കഴിക്ക്. ആ, വീണ്ടും നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഇല്ലടാ, നീ കഴിക്ക്. എന്താടാ? അല്ല,
നിങ്ങൾ തമ്മിൽ പിന്നെയും പിണങ്ങിയോന്ന് ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു. അന്ന് നീ അങ്ങനെ ചോദിച്ചേ? അത് പെട്ടെന്ന് അമ്മയുടെ മുഖത്ത് ദേ ഒരു മൂഡ് ഓഫ്. എന്തു പറ്റിയിടൂ? ഏയ് ഒന്നുമില്ല, ഇവന് വെറുതെ തോന്നുന്നത്. പ്രസാദേട്ടൻ കഴിക്ക്. അല്ല, തുളസി എവിടെ? അവള് വിളിച്ചില്ലേ? ഞാൻ വിളിച്ചതാ, എത്ര വിളിച്ചിട്ട് അവള് വരുന്നില്ല. അവളിപ്പോഴും വാശി തന്നെ. എന്നാ പിന്നെ ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാം. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലേ? നീ എന്താ ഞങ്ങളോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത്? നിന്റെ പിണക്കം ഇനി തീർന്നില്ലേ? കഴിഞ്ഞതൊക്കെ നീ മറക്കണം മോളെ. എന്നിട്ട് നീ ആ പഴയ തുളസിയാവണം. ഇനി ഒരിക്കലും എനിക്ക് ആ പഴയ തുളസി ആവാൻ പറ്റില്ല. പഴയ തുളസി മരിച്ചു. മോളെ, നീ പിടിവാശി ഉപേക്ഷിച്ചേ മതിയാവൂ. മോളെ, ഞങ്ങളാരും നിന്റെ ശത്രുക്കളല്ല. ആണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് എന്നോട് ഈ വിശ്വാസവഞ്ചന കാണിച്ചത്, എന്നെ ചതിച്ചത്. മോളെ, അങ്ങനെ സംഭവിച്ച പോലെ ഞങ്ങൾക്ക് മനസ്താപമുണ്ട്. അതിന്റെ കാരണം ഞങ്ങൾ വിശദീകരിച്ചതുമാണ്. ഇനി നീ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കഷ്ടം മോളെ. നീ മനസ്സിനെ സമാധാനിപ്പിക്കേ, എന്നിട്ട് ഞങ്ങളോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. വാ. ഇല്ല, എനിക്ക് വേണ്ട. തുളസി പ്ലീസ്, പറയുന്നത് കേക്ക്. വാ, നമുക്ക് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നീട് കഴിച്ചോളാം. അത് പറ്റില്ല, ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചാൽ മതി. വാ, വന്നേ. വരാൻ. ഞാൻ വരില്ല. എനിക്ക് നിങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല. അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. നിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയണ്ട. നീ ഞങ്ങളോടൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വാ. ഞാൻ വരില്ല, വരില്ല, വരില്ല. നിന്നെ അനുസരിപ്പിക്കാനേ എനിക്കറിയാം. പടി. എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ പോവും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ചോദിക്കും, നീ അതിന് മറുപടി തന്നേ മതിയാവൂ. തന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ദേ, എന്റെ കാര്യങ്ങൾ ഇടപെടരുതെന്ന് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ച് നീ അന്വേഷിക്കണ്ട. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നീ എന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും. ഞാൻ നിന്റെ ഭാര്യയായിരുന്നു, ഇപ്പോഴല്ല. അതുകൊണ്ട് ആ അധികാരമൊന്നും നീ എന്നോട് കാണിക്കണ്ട. നിയമപരമായിട്ട് നീ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണല്ലോ. പക്ഷെ മാനസികമായിട്ട് ഞാനിപ്പോ നിന്റെ ഭാര്യയല്ല. വെറുതെ നീ ഞാനും തമ്മിലൊരു തർക്കം വേണ്ട. നീ നിന്റെ വാശി അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചേ മതിയാവൂ. അത് ഈ ജന്മത്ത് നടക്കില്ല. നീ സംസാരിക്കാൻ വന്നതുകൊണ്ടാ ഞാൻ മറുപടി പറയാൻ നിൽക്കുന്നത്. ദയവ് ചെയ്ത് നീ എന്നോട് വർത്താനം പറയാൻ വരല്ലേ. അതെനിക്കിഷ്ടമല്ല. ഞാൻ എന്റെ വഴിക്ക് സമാധാനമായിട്ടൊന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ. എന്നോട് ഇങ്ങനെ പിണങ്ങിയിരുന്നിട്ട് നിനക്ക് സമാധാനത്തോടെ ജീവിക്കാനാവോ തുളസി? എന്തുകൊണ്ട് സാധിക്കില്ല? നിന്നെ പോലൊരു ചതിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സ്വസ്ഥത കേട്ടുണ്ടാവാൻ പോകുന്നില്ല. ഇനി നിന്നെ ഞാൻ എന്റെ മനസ്സിലെടുത്ത് വെച്ചാ ഞാൻ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. അതിനേതായാലും ഞാനില്ല. എന്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല. അതോർത്തോ? ഇല്ല, ഗൺ കണ്ടപ്പോ അയാള് കൊല്ലാനുള്ള ലക്ഷ്യമായിട്ട് വന്നതാന്നാ എനിക്ക് തോന്നിയത്. പക്ഷെ അയാളുടെ ഉദ്ദേശം വേറെ. എന്നെയും പ്രസാദിനെയും ചേർത്ത് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്ത്, മാനക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയില് എന്നെ എത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ അയാള് പോയത്. എനിക്ക് പേടിയാവുന്നു പ്രസാദ്. അയാള് എന്ത് ചെയ്യാനും മടിക്കാത്ത ആളാ. അയാള് വന്നു പോയതിനു ശേഷം എന്റെ മനസ്സിന്റെ സമാധാനം മുഴുവൻ നഷ്ടമായി. ഉറങ്ങാനും പറ്റിയില്ല. നീ സമാധാനായിട്ടിരിക്കേ. അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഡ്രഗ്സിന്റെ പുറത്ത് അവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ലേഖ എന്തിനെ പാനിക്കാവുന്നത്? അവൻ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. അയാള് ലഹരിക്കടിമ ഏതാണ് എന്റെ ഭയം. ലഹരിയുടെ പുറത്ത്
മുന്നും പിന്നും നോക്കാതെ എന്നെ അപമാനിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താലോ? അവൻ എന്ത് ചെയ്യാൻ? എങ്ങനെ നാണം കെടുത്തുന്ന? അറിയില്ല, പക്ഷെ സൂക്ഷിക്കണം. നമ്മൾ അവനെ കരുതിയിരുന്നേ മതിയാകൂ, പ്രത്യേകിച്ച് ഞാൻ. രാജീവായിരിക്കോ? ഞാൻ നോക്കട്ടെ. വേണ്ട പ്രസാദ്, ഞാൻ നോക്കാം. ആ നിമിഷം ആരുമില്ലെന്നുള്ള ഒരു തോന്നലും സങ്കടവും ഒക്കെ അലിഞ്ഞില്ലാതായി. ഇനി ഒരു ദുഃഖവും തുളസിയുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അറിയാലോ, പ്രഗ്നന്റ് ആയിരിക്കുന്ന നേരത്ത് മനസ്സ് വിഷമിച്ചിരുന്ന അത് കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. തുളസിയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കും. മോള് വാ. അമ്മേ, ഞാൻ വന്നത് ഇന്നെന്റെ ചെക്കപ്പിനുള്ള ദിവസം. അമ്മയ്ക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? എന്തിനാ ഈ ഫോർമാലിറ്റി? മോളുടെ കൂടെ വരേണ്ടത് ഈ അമ്മയുടെ കടമ. എന്നാ അമ്മ വേഗം വാ, നമുക്ക് പോവാം. പോകാം. അതിനു മുൻപ് ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഒരാളെ കാട്ടിത്തരാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ? ആ ആളിവിടെ ഉണ്ട്. ആണോ? വാ, പരിചയപ്പെടുത്തി തരാം. മോളെ തുളസി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കാനില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒറ്റപ്പെട്ടവളാ. എനിക്കിപ്പോ ആകെ ആശ്രയം ഈ നിൽക്കുന്ന ലേഖാമ്മ മാത്രോ. എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചതല്ലേ? അങ്ങനെയുള്ളവരുടെ ബന്ധത്തെക്കാൾ വലുതാ ഒരു കളങ്കമില്ലാതെ എന്നെ മകളായി സ്വീകരിക്കാൻ തയ്യാറായ ഈ അമ്മയായിട്ടുള്ള ബന്ധം. ക്ഷമിക്കണം അമ്മ, ഇനി എനിക്കിവിടെ നിൽക്കാനാവില്ല. മോളെ, എന്നെ അമ്മയായിട്ടാണ് നീ കാണുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പോകാൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. എന്നെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസവും അമ്മയ്ക്കറിയാം. അതിന് കാരണവും ലേഖമ്മയ്ക്ക് വ്യക്തമാണ്, അല്ലേ? പിന്നെ നിങ്ങളുടെ ആരുടെയും പേരും വിലാസവും ഒന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. അത് മനഃപൂർവ്വം തന്നെയാ. അമ്മ ഒരു പോലീസ് ഓഫീസറല്ലേ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറിയാനും സാധ്യതയുണ്ടല്ലോ. എന്തിനാ ഇദ്ദേഹത്തിന് ഒരു അപമാനം ഞാനായിട്ട് ഉണ്ടാക്കുന്നേ? അത് കരുതിയാ ഇവരെ കുറിച്ച് കൃത്യമായ വിവരം ഞാൻ തരാതിരുന്നത്. എല്ലാം അറിയാവുന്ന ലേഖാമ്മ തന്നെ പറയാ. ഇനി ഞാനിവിടെ നിൽക്കണോ? എന്നോട് വിശ്വാസവഞ്ചന കാണിച്ച് ഇവരെയൊക്കെ കാണുന്നത് തന്നെ എനിക്കിപ്പോ വെറുപ്പാ. ഇനി ഞാനിവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. മോളെ, ഒന്നും സംഭവിക്കില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. പ്രസാദ്, നിങ്ങൾക്കിടയിൽ ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുളസി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തുളസിയുടെ അച്ഛൻ പ്രസാദാണെന്ന് എനിക്കറിയാത്തതുകൊണ്ടാ ഞാനതൊന്നും പ്രസാദിനോട് ഡിസ്കസ് ചെയ്യാതിരുന്നത്. തുളസി വലിയ സങ്കടത്തിലാ. അത് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തേ മതിയാകൂ. ഞാനത് ശ്രമിക്കാഞ്ഞിട്ടല്ല ലേഖ. ഒത്തിരി പ്രാവശ്യം ഞാനും പ്രിയയും ജയനും ആദ്യമൊക്കെ തുളസിയുടെ മനസ്സിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചതാ. പക്ഷെ ഞങ്ങൾ പറയുന്നതിനൊന്നും ചെവി കൊടുക്കാതെ ഇവള് ഞങ്ങളെ അവഗണിക്കുകയായിരുന്നു. ഞങ്ങളാരും ഇവളെ വിഷമിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് എന്റെ ഭാര്യ ദുർഗ ഒരു ശബ്ദം എടുത്തിരുന്നു. ദുർഗ അങ്ങനെ എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് ഭയന്ന. അച്ഛാ,
ഈ കണ്ണുകൾ ഇനി നനയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കരയരുത്. ഏതായാലും അച്ഛനിവിടെ ഉള്ള നേരത്ത് മോള് വന്ന നന്നായി. ഞാനും ലേഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മോൾക്കൊരു വ്യക്തത വേണമെന്ന് എനിക്ക് തോന്നുന്നു.